ഉത്തര കൊറിയയിലെ ഒരു സാധാരണ പൗരന്റെ ഒരു ദിവസത്തെ കഥയാണിത്. അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ എല്ലാവരെയും വിളിച്ചുണർത്താൻ ഒരു മണി മുഴങ്ങും. അലാറം ക്ലോക്കുകളില്ലാതെ സർക്കാർ നിശ്ചയിച്ച സമയത്ത് എല്ലാ വീട്ടിലും ഒരേപോലെ ദിവസം ആരംഭിക്കുന്നു. ഉണർന്നയുടൻ നിർബന്ധിത ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. സ്വന്തം വീടും പരിസരവും വൃത്തിയാക്കിയ ശേഷം സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ പൊതുസ്ഥലങ്ങളും വൃത്തിയാക്കണം. തുടർന്ന് പുരുഷന്മാർ നിർബന്ധിത സൈനിക സേവനത്തിനായി ഒരുങ്ങുന്നു. അവർക്ക് കുറഞ്ഞത് 10 വർഷമെങ്കിലും സൈന്യത്തിൽ സേവനം ചെയ്യേണ്ടതുണ്ട്. സ്വന്തമായി ജോലി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കില്ല. സർക്കാർ നൽകുന്ന ഏത് ജോലിയും ചെയ്യണം. ഈ ജോലികൾ പലപ്പോഴും അടിമപ്പണിക്ക് തുല്യമാണ്. സ്കൂളിലേക്കുള്ള യാത്രയും കഠിനമാണ്. ബസ്സുകളില്ലാത്തതുകൊണ്ട് കുട്ടികൾ നടന്നു പോകണം. സ്കൂളുകളിൽ അവർ പഠിക്കുന്നത് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ചരിത്രവും വികലമായ ശാസ്ത്രവുമാണ്. സ്കൂൾ വിട്ട ശേഷം അവർ മുതിർന്നവരെ സഹായിക്കാൻ കഠിനമായ ജോലികൾ ചെയ്യണം. വൈകുന്നേരം 6 മുതൽ 7 വരെ മണിയോടെ ആളുകൾ വീടുകളിൽ തിരിച്ചെത്തുന്നു. പാചകത്തിനും കുളിക്കാനും അവർ വിറകും വെള്ളവും ശേഖരിക്കുന്നു. രാത്രിയിൽ വൈദ്യുതി വിതരണം ഇല്ലാത്തതുകൊണ്ട് മെഴുകുതിരികളോ മണ്ണെണ്ണ വിളക്കുകളോ ആണ് ഉപയോഗിക്കാറ്. പക്ഷേ ഇവ രണ്ടും വലിയ വിലയുള്ളതുകൊണ്ട് ആളുകൾ നേരത്തെ കിടന്നുറങ്ങുന്നു. വിനോദങ്ങൾക്കും ഇവിടെ സ്വാതന്ത്ര്യമില്ല. റേഡിയോയും ടെലിവിഷനും സർക്കാരിന്റെ പ്രചാരണ പരിപാടികൾ മാത്രം കാണിക്കുന്നു. റേഡിയോ എപ്പോഴും ഓൺ ആയിരിക്കണം. ശബ്ദം മാത്രം കുറയ്ക്കാൻ സാധിക്കും. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് മാത്രമാണ് അവർക്ക് സൗജന്യമായി ലഭിക്കുന്ന ഒരേയൊരു വിനോദം. ഇവയെല്ലാം കിം ജോങ് ഉന്നിന്റെ സ്വേച്ഛാധിപത്യത്തിന് കീഴിൽ അടിമകളെ പോലെ ജീവിക്കുന്ന ഉത്തര കൊറിയൻ ജനതയുടെ ജീവിത രീതിയാണ് കാണിക്കുന്നത്.